ആൻഡ് ദ ബോയ്. അപ്പോൾ ആ മൂവിയാണല്ലോ ചർച്ച. അപ്പോൾ ഞാൻ ഒരുപാട് റിവ്യൂസൊക്കെ കണ്ട് എല്ലാം നല്ല അപ്പം പോയി കണ്ടു. ഇപ്പോൾ ഇത്രയും റിവ്യൂസ് വന്നുള്ള മൂവിയല്ലേ, അപ്പം അതിന് ഹൈപ്പിനനുസരിച്ച് ഉണ്ടോ എന്നൊക്കെ. പക്ഷേ സംഭവം ഇருக்கு. നമ്മുടെ കോക്കണ്ണം പറഞ്ഞതുപോലെ സംഭവം ഇருக்கு. ആൻഡ് ഈ ഹൈപ്പിനൊക്കെ ഉള്ളത് അതിൻ്റെ അകത്തുണ്ട്. ആൻഡ് ദ മൂവി ഡയറക്ടർ ഈസ് ചിദംബരത്തിൻ്റെ തേർഡ് മൂവിയാണ്. ആൻഡ് നമ്മൾ മറ്റ് 2 മൂവീസ് നോക്കുകയാണെങ്കിൽ ജാനേമൻ ആൻഡ് മനിമൽ ബോയ്സ്, ഇത് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ജോണറാണ്. ആൻഡ് ദ സ്ക്രീൻ പ്ലേ വന്നിട്ട് ജിത്തു മാധവ്, സൂപ്പർ സ്ക്രീൻ പ്ലേ ആണ്. ത്രില്ലർ, ഇമോഷണൽ, എന്ത് പറയുക, എല്ലാം കൂടി ഒരു മിക്സാണ്. ആൻഡ് വെൻ വി കം ടു ദ സ്റ്റാർ കാസ്റ്റിംഗ്, കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതിയാണ്, ചിദംബരത്തിൻ്റെ ബ്രദർ. ആൻഡ് അടിപൊളി സ്റ്റാർ കാസ്റ്റിംഗ് ആണ്. എല്ലാവരും ആ മൗൾഡിൻ്റെ അകത്ത് ഫിറ്റ് ആവും അല്ലേ. ഇപ്പം നമുക്ക് ഈ ക്യാരക്ടേഴ്സ്, ഈ ആക്ടർ ആൻഡ് ആക്ട്രസസ് അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ബിഗ് നോ. നമുക്ക് ഇവരല്ലാതെ വേറെ ആരെയും പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. എക്സ്പെഷ്യലി ബാലൻ, ദ ബോയ് ക്യാരക്ടർ ചെയ്ത കുട്ടി 2 ഏജസ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫേസ് ഉള്ള ആ കുട്ടി ചെയ്യുന്നത് ആദിശേഷൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ഒരു അത്ഭുതമാണ്. ആ ബാലൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ മോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ, ഈ ഫിലിമിന് ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ. ആൻഡ് ദ ഫിലിം ഇറ്റ്സെൽഫ് ഡിസേർവ്സ് ഇറ്റ്. പിന്നെ മോൻ്റെ അമ്മയായിട്ട് ചെയ്ത ക്യാരക്ടർ ഫർസാന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ആക്ട്രസ് ഈ റോളിന് ഫിറ്റാവുമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ബിഗ് നോ. ഇറ്റ്സ് സൂപ്പർബ്. പിന്നെ നമ്മുടെ കുറച്ച് പോലീസ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന ആക്ടേഴ്സുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ ലാലിൻ്റെ മോൻ അവതരിപ്പിച്ചൊരു പോലീസ് ക്യാരക്ടറുണ്ട്, സൂപ്പർബാണ്. പിന്നെ എനിക്കൊരു സർപ്രൈസിങ് എലിമെൻ്റ് ആയിരുന്നു ടൊവിനോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോ നമ്മൾ വേറെ കാണുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ഒരു എൻ്റയർലി ഒരു ഷിഫ്റ്റ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ടൊവിനോയുടെ ബോഡിയിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ കോസ്റ്റ്യൂം ആൻഡ് ദ ഗെറ്റപ്പ് എല്ലാം വേറെയാണ്, വേറൊരു ടൊവിനോയാണ്. എക്സ്പെഷ്യലി ടൊവിനോയുടെ ക്യാരക്ടർ വന്നിട്ട് അബ്ബ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ആൻഡ് നമുക്ക് ടൊവിനോയെ കാണാൻ പറ്റുന്നില്ല, ആ ഒരു ക്യാരക്ടറായിട്ട് പുള്ളി ജീവിക്കുന്നു. അടിപൊളിയാണ്. ആൻഡ് ടൊവിനോയെ പോലത്തെ ഈ സ്റ്റാർഡമുള്ളൊരു സ്റ്റാർ കാസ്റ്റ് ഈ മൂവിയിൽ ഒരു ചെറിയൊരു പോർഷനാണ് ടൊവിനോ വരുന്നത്. ആൻഡ് അതിലൊക്കെ ഒരു പാർട്ടായി ജോയിൻ ആവുക എന്നൊക്കെ പറഞ്ഞത് തന്നെ ഇറ്റ്സ് ട്രൂലി ഓവർവെൽമിങ്. ടൊവിനോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പറഞ്ഞല്ലോ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഈ ന്യൂ ടു ഫിലിം ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമുക്ക് ഫെമിലിയർ ഫേസസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, നോൺ ഫെമിലിയർ ഫേസസ് ആണ് കൂടുതലും. ആൻഡ് ബീന ആൻ്റണി നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബീന ആൻ്റണിയൊക്കെ ഭയങ്കര കാലിബറുള്ള ആക്ട്രസ്സാണ്. ആൻഡ് അവരെയൊക്കെ ഈ സിനിമ ഇൻഡസ്ട്രി അവരുടെ കഴിവ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇതിൽ നന്നായിട്ട് അവർ ആ ക്യാരക്ടർ പോർട്രേ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ നല്ലൊരു സിനിമയാണ്. എല്ലാവരും അവരുടെ ജോലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ. കെയ്ൻസിലൊക്കെ ഈ മൂവി കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഷോ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മസ്റ്റ് വാച്ചാണ്. കണ്ടവർ കമൻ്റ് ഇടുക, നിങ്ങൾക്ക് വർക്കായോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പാട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ. എക്സ്പെഷ്യലി ഞാനൊരു അമ്മയാണ്, ഒരു അമ്മ മോൻ്റെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇതിൽ നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നന്നായിട്ട് കണക്റ്റ് ആവും. നമുക്ക് പിന്നെയും മൂവി കുറേ നാൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഓൾ ടുഗദർ ഇറ്റ്സ് സൂപ്പർ മൂവി, ഒരു മസ്റ്റ് വാച്ചാണ്. ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ നല്ലൊരു മൂവി കാണുന്നത്. ഒരുപാട് നാൾക്ക് ശേഷം എല്ലാം കൊണ്ടും ഒരു നല്ലൊരു മൂവി കണ്ട ഒരു സാറ്റിസ്ഫിക്കേഷനോടെ നിങ്ങൾക്ക് തിയേറ്റർ വിട്ടിറങ്ങാം. അപ്പോൾ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ മൂവി. ലാസ്റ്റ് ആ പയ്യൻ്റെ ഒരു ക്ലൈമാക്സിൽ ആ ഓട്ടോ ഒക്കെ ഉണ്ട്, അതൊക്കെ
വി കോണ്ട് എക്സ്പ്ലെയിൻ. ഇതെന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലർ ആവും. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം പോയി കാണുക, എല്ലാവരും പോയി കാണുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക. ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.